സാറേ, ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റുന്നില്ല. സ്ത്രീകളായ നടികൾ താമസിക്കുന്ന മുറികൾ തുടർച്ചയായി മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ പ്രതികരിച്ചാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇത്തരത്തിലുള്ള പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സിനിമ മേഖലയെക്കുറിച്ച്? അല്ല, സിനിമാ മേഖലയെപ്പറ്റി പുതിയതായിട്ട് എന്തെങ്കിലും ഇതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ മേഖലയുമായി ബന്ധപ്പെട്ട പരിചയങ്ങൾ അങ്ങേക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. പല നമുക്കറിയാവുന്ന സംഭവങ്ങളുടെ അത്രയും കരാളത ഈ റിപ്പോർട്ടുകളിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ചാനലുകളിലൊക്കെ കാണുന്നത് 55, 56 എന്നീ 2 പേജുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് അതിൽ കിട്ടുന്നത്. ആ വിവരങ്ങളിൽ പ്രധാനമായിട്ടും ഉള്ളത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു പുതിയ വിവരമല്ലല്ലോ. അല്ല, കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ മാത്രമല്ല നിലനിൽക്കുന്നത്. ഇപ്പോൾ സ്വര ഭാസ്കർ എന്ന് പറഞ്ഞ സ്ത്രീ എത്രയോ കാലമായിട്ട് ധാരാളം വെളിപ്പെടുത്തലുകൾ തമിഴ് സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഗംഗൈ അമരൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടെഴുത്തുകാരനെ പറ്റി ധാരാളമായി കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങളും അവർക്കറിയാവുന്നതൊക്കെ അവർ വിശദമാക്കുന്നുണ്ട്. അതുപോലെ ബോളിവുഡിൽ നടക്കുന്ന ധാരാളം കാര്യങ്ങൾ പിന്നീട് അവിടെ നിന്ന് ഔട്ടായ നടിമാർ ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പല ചലച്ചിത്ര നടിമാരും അവരുടെ തുടക്കം ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ഈ 55, 56 പേജുകളിലുള്ള വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർ ഇൻവോൾവ് ആണെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ നടന്മാരുടെ പേരുകളില്ലാത്തിടത്തോളം നടന്മാർക്ക് എന്താ കുഴപ്പം? നടന്മാരുടെ പേര് അല്ലെങ്കിൽ ഇടനിലക്കാരായിരുന്നവരുടെ പേര്, മലയാള സിനിമയെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളുടെ പേര്, അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലാത്തിടത്തോളം ഇത് വലിയ നടുക്കുന്ന വിവരങ്ങളാണെന്ന് ഈ ചാനലുകൾ പറയുന്നത് അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. പേരുകളില്ലാത്തിടത്തോളം ഒരു നടപടിയും സാധ്യമല്ല. അതൊന്ന്. ഇത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ അതിന് ജുഡീഷ്യലായിട്ടുള്ള വാല്യൂ ഒന്നും അതിൻ്റെ അകത്തില്ല. ഒരു കമ്മീഷൻ റിപ്പോർട്ട് അല്ലാതെ കമ്മിറ്റി റിപ്പോർട്ടാണെന്ന് ആവർത്തിച്ചിട്ട് ആളുകൾ പറയാറുമുണ്ട്, കറക്റ്റ് ചെയ്യാറുമൊക്കെ ഉണ്ട്. ആളുകൾ കമ്മീഷൻ എന്ന് പറയുമ്പോൾ കമ്മിറ്റി എന്ന് തിരുത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിൽ തൊഴിലിടത്ത് പീഡിപ്പിക്കപ്പെടുന്നു, യാത്രാവേളയിൽ പീഡിപ്പിക്കപ്പെടുന്നു, പലരുടെയും വിങ്ങലുകൾ ഞങ്ങൾ കേട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സുരക്ഷിതല്ല സ്ത്രീകൾ. പലപ്പോഴും ഈ റിപ്പീറ്റ് ഷോട്ട്സ്, അതെ, തങ്ങൾക്ക് വഴങ്ങാത്ത ആൾക്കാരെ കൊണ്ട് 10ഉം 17ഉം തവണ ഷോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് അഭിനയിപ്പിക്കുക. അതെ, ചില ആവശ്യമില്ലാത്ത ഷോട്ടുകളായിരിക്കുമല്ലോ ഈ റിപ്പീറ്റ് ചെയ്യുന്നത്. അതെ, അങ്ങനെ ആവർത്തിക്കുന്ന ഷോട്ടുകൾ ചെയ്യിക്കുന്നു, പരാതിപ്പെട്ടാൽ അപമാനിക്കുന്നു. പിന്നെ സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുണ്ട് എന്ന് പറയുന്നു. അതല്ലാതെയും കോഡുകളൊക്കെ സിനിമാ രംഗത്ത് കാണാം. പല നടിമാർക്കും നടന്മാർക്കും ഒക്കെ അങ്ങനെയൊക്കെ കാണാം. അതിൻ്റെ അകത്ത് പുരുഷാധിപത്യമാണ്. അതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല. പ്രധാന നടന്മാർ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ കമ്മിറ്റി ഈ പീഡനം ഏറ്റുവാങ്ങിയവരൊക്കെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ മുറികളിൽ രാത്രി മുട്ടാറുണ്ട്, നിർബന്ധിച്ച് തുറപ്പിക്കാറുണ്ട്, ഇതിൻ്റെ അകത്ത് ഇടനിലക്കാരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ധാരാളം സിനിമ വാരികകളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നിന്നിറങ്ങിയിരുന്ന നാന സിനിമാ വാരികകളിലൊക്കെ ധാരാളമായിട്ട് കാണാമായിരുന്നു ഇത്തരം തുറന്നു പറച്ചിലുകളൊക്കെ. പല പഴയ നടിമാരുടെ ആത്മകഥയിലും അത്തരം ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടി ഭേദപ്പെട്ട കാലാവസ്ഥയിലേക്ക് സിനിമാ രംഗം വരുന്നത് കൊണ്ട്, ഉദാഹരണത്തിന് വിമൻ ഇൻ കളക്റ്റീവ് WCC അങ്ങനെ ഒരു സംഘടന വന്നതിനെ തുടർന്നാണ് ഈ ഹേമ കമ്മിറ്റിയെ ഇതിന് നിയോഗിക്കുന്നത്. ആ സംഘടനയിൽ
അഭ്യസ്തവിദ്യരായ ആക്ട്രസസ്, ടെക്നീഷ്യന്മാർ, അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ ഇപ്പോൾ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വരുമാനമുണ്ട് അവർക്ക്. എന്നാൽ ഈ പുരുഷ നടന്മാരെ പോലെയുള്ള വരുമാനം ഇല്ല. അതും ഒരു ഇഷ്യൂ ആണ്. ഈ വേതനത്തിൻ്റെ കാര്യം ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതിൻ്റെ കാര്യമൊന്നും ഈ 2 പേജുകളിലുള്ളതായിട്ട് കാണുന്നില്ല. ആ വിവേചനം ഒരു പ്രധാനപ്പെട്ട വിവേചനമാണ്. ഒരു തുല്യത, വേതന തുല്യത എന്ന് പറഞ്ഞു വരണം ഈ രംഗത്തില്ല എന്നുള്ളത് കുറേ നാളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് WCC ഉയർത്തിക്കൊണ്ടിരുന്നത് ഈ വേതന തുല്യതയുടെയൊക്കെയാണ്. ബാക്കി ഈ പീഡനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ അനുഭവക്കുറിപ്പുകളൊക്കെ ആയിട്ട് ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അത് ചില സിനിമകൾ തന്നെ എൻ്റെ ഓർമ്മയിലൊക്കെ വരുന്നുണ്ട്. ഈ ക്യാമറാമാൻ 2 ദിവസം വിളിച്ചു വരുത്തി കണ്ണൂർ ഭാഗത്ത് ഒരു നിവിൻ പോളി ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഇൻഡിവിജ്വൽ കഥകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഈ 2 പേജിൽ സംഭവിച്ചതിനേക്കാൾ നടുക്കമുളവാക്കുന്നതാണ് നടിക്കുണ്ടായ ദുരനുഭവം മലയാള സിനിമാ രംഗത്ത്. ആ ദുരനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൾസർ സുനി എന്ന് പറഞ്ഞൊരാളെ പ്രധാനപ്പെട്ടൊരു നടൻ ഈ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിച്ചു എന്നാണ് ആ ആരോപണം. ഇതുവരെ കേസ് പൂർത്തിയായിട്ടില്ല, വിചാരണ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അത് കേസ് അമർത്തിക്കളയാനായിട്ടുള്ള കാശ് ധാരാളമായിട്ട് ഇറക്കുന്നുണ്ട് പല ഭാഗത്തു നിന്നും. എന്തായാലും ആ നടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. സാർ, ഇപ്പോൾ ഈ പഴയ കാലം മുതൽ നമുക്ക് കേൾക്കുന്നു, ഇപ്പം നസീർ അല്ലെങ്കിൽ വേറൊരു നടിയുമായി ചേർത്തിട്ട് ഇപ്പോൾ കോഴിക്കോട്ടിലൊരു ഹോട്ടൽ, അവിടെ ഒരു കോട്ടേജ് ഉണ്ട് അവർക്ക് മാത്രമായിട്ട്, ഇന്നവർക്ക് ഇന്ന കോട്ടേജ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സിനിമാ മേഖല ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഹോട്ടലിൽ തന്നെ തൊട്ടടുത്ത മുറികളിൽ തന്നെ അവർക്ക് ഒരുമിച്ച് താമസിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. അതിന് മാത്രം സൗകര്യങ്ങൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. അപ്പം പല ആളുകളും ഇത്തരത്തിലുള്ള ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ലേ? ഈ നടികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അതിൽ കുറഞ്ഞ ഒരു പക്ഷം മാത്രമല്ലേ ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടാവുക? അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനായി ഇനി പ്രത്യേകിച്ച് ഈ ധാരാളം പേർ വഴങ്ങി കൊടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ കോട്ടേജസിൻ്റെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന കാലത്തൊക്കെ അവിടെ ധാരാളം കോട്ടേജുകൾ പണിത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് നിർമ്മാണ കമ്പനികൾ, ഇപ്പോൾ ഉദയ സ്റ്റുഡിയോ, ജയമാരുതി എന്നൊക്കെ പറഞ്ഞ് ടി വാസുദേവൻ, ഇവരൊക്കെ അത്യാവശ്യം മാന്യമായിട്ടൊക്കെ ആ കച്ചവടം നടത്തിയിരുന്ന ആളുകളാണ്. അസീം കമ്പനി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു പണ്ട്. ഈ സ്ഥിരം കമ്പനികളുണ്ട്. ആ കമ്പനികൾ ഈ 2-3 പേർക്കാണ് സ്റ്റുഡിയോസ് ഉള്ളത്. അവിടെ ആളുകൾ വന്ന് താമസിച്ചിട്ട് ഒരു മാസം എന്ന് പറഞ്ഞാൽ എത്ര കാലമാണ് ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ അവിടെ താമസിക്കുക എന്നുള്ള സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കോട്ടേജുകളൊക്കെ ഉദയ സ്റ്റുഡിയോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അതൊന്നും ഇങ്ങനത്തെ വലിയ തരം ചൂഷണങ്ങളുടെ ഭാഗമൊന്നുമല്ല. കാരണം ഇത്രയും സിനിമകൾ, ഇപ്പോൾ 160 സിനിമ കഴിഞ്ഞ ദിവസം അവാർഡിന് ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. ഇത് റെക്കോർഡാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഈ കൂടുതൽ സിനിമകൾ ഉണ്ടാകാനുള്ള സൗകര്യം വരുന്നത്, ഈ ഡിജിറ്റൈസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ എല്ലാവരെയും പീഡിപ്പിക്കുകയല്ല, ചിലരതിന് തയ്യാറായിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പണ്ട് നടിയും നടിയുടെ വാൽ നക്ഷത്രവും എന്ന് പറയുമായിരുന്നു, കൂടെ നടക്കുന്ന അമ്മ എന്നുള്ള നിലയ്ക്ക്. അത് ചില ആളുകൾ അവസരം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ആ കാലത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഇപ്പോഴാണ് ഈ നടിമാർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ നിശ്ചയദാർഢ്യത്തിനനുസരിച്ച് നിൽക്കാവുന്നൊരു സാഹചര്യം അത്യാവശ്യം സിനിമാ രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് അവർ ചില സമയത്തൊക്കെ തുറന്ന് സംസാരിക്കാറുമുണ്ട്, പൊട്ടിത്തെറിക്കാറുമുണ്ട്. പക്ഷേ ചലച്ചിത്ര രംഗത്ത് ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടം ഈ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുക ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട്. എല്ലാ തൊഴിലിടത്തും മാന്യമായിട്ട് കാര്യങ്ങൾ നടക്കണം. ചലച്ചിത്ര രംഗത്ത് മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോൾ കമ്മിറ്റികൾ വെക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. ICC എന്ന് പറഞ്ഞിട്ട് ഇന്റേണൽ
കംപ്ലയിൻസ് കമ്മിറ്റി. അതെ. അങ്ങനെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി സിനിമാ രംഗത്തും രൂപവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പല ഷൂട്ടിംഗ് സ്ഥലത്തും ഒക്കെ അത് രൂപവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പലതും ആ രീതിയിലൊന്നും നടന്ന് കാണുന്നില്ല. പിന്നെ ഇപ്പോൾ മലയാള സിനിമയിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചലച്ചിത്ര നടന്മാരൊക്കെ തന്നെയാണ് ഈ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതൊക്കെ. മുമ്പത്തെ പോലെ ചലച്ചിത്ര നിർമ്മാണ കമ്പനികളൊന്നും ഇപ്പോൾ മഞ്ഞിലാസ് എന്നൊക്കെ പറയുന്നത് പോലെ വലിയ കമ്പനികളൊന്നും അറിയപ്പെടുന്ന കമ്പനികളൊന്നുമില്ല. പിന്നെ ഉള്ളത് കുറേ ടൂറിസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളാണ്. ഒരു സിനിമയൊക്കെ എവിടുന്നോ ഗൾഫിലോ മറ്റോ ഒക്കെ പോയിട്ട് കുറേ പൈസ ഒക്കെ സമ്പാദിച്ചിട്ട് ഒരു സിനിമ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ചില ലക്ഷ്യങ്ങളും കൂടിയൊക്കെ അവർക്ക് കാണും. അതൊക്കെ കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ നടന്മാർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലാതെ പക്ഷേ സിനിമയുടെ എണ്ണം കുറയുമായിരിക്കും. അതെന്തായാലും ഈ പറഞ്ഞ പോലെ വലിയ സിനിമാ നിർമ്മാണ കമ്പനികളൊന്നും ഇപ്പം അധികം രംഗത്തില്ലാത്തത് കൊണ്ട് ഇപ്പം ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നൊക്കെ പറഞ്ഞ് ചില ഇൻഡിവിജ്വൽസിൻ്റെ കമ്പനികളെ കാണാറുള്ളൂ. ബാക്കിയൊക്കെ നടന്മാരുടെ കമ്പനികളാണ് കൂടുതലും വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളൊരു വാസ്തവമാണ്. അതിൽ എത്രത്തോളം വിജയമായി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഈ സിനിമകൾ കൂടുതലായി ഇങ്ങനെ വരുന്നതിൻ്റെ പിന്നിൽ എന്താ കാരണമെന്നുള്ളതും ഒക്കെ അറിയാനിരിക്കുന്നത്. ഇപ്പം നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 2 പേജിലെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഇതിൽ തന്നെ ആരെയൊക്കെയാണ് അതിൻ്റെ അകത്ത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഭാഗം പുറത്ത് വിടണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമേ നീക്കിയിരുന്നല്ലോ. അതെ, നീക്കുകയും ചെയ്തു. മാത്രമല്ല ഇത് ആർക്കെതിരെ ആരുന്നയിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊന്നും പുറത്തു വരാത്തിടത്തോളം കാലം ഇത് ഒരു പുകമറ പോലെ ഇങ്ങനെ തന്നെ അടഞ്ഞുകൂടിയിരിക്കാനല്ലേ സാധ്യതയുള്ളൂ. മാത്രമല്ല രഞ്ജിനി കൊടുത്ത മൊഴി അങ്ങനെ തന്നെ പുറത്ത് വരുന്നതിൽ വിഷമം ഉണ്ടായതുകൊണ്ടാണല്ലോ അവർ കോടതിയിൽ പോയത്. അതെ, അവർ ഡിവിഷൻ ബെഞ്ചിലാണ് പോയത്. പക്ഷേ സിംഗിൾ ബെഞ്ചിൽ വേറെ ആളുകളാണ് കൊണ്ട കേസ് കൊടുത്തിരുന്നത്, അവരല്ല. അതുകൊണ്ട് അപ്പീൽ പോകുന്നത് അവരെങ്ങനെയാണെന്നുള്ള ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ് അവരുടെ ഹർജി തള്ളിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സിംഗിൾ ബെഞ്ച് തന്നെ പൊക്കോ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിടുക മറ്റുമാണ് ചെയ്തത്. അപ്പോൾ മൊഴി കൊടുത്തവർക്ക് തന്നെ മൊഴി വരണ്ട എന്നുള്ള അഭിപ്രായം ആണുള്ളത്. പക്ഷെ മൊഴി കൊടുത്തവർ തന്നെ ഭൂരിപക്ഷവും ഈ നടന്മാരുടെയോ നടിമാരുടെയോ ഏജന്റുമാരുടെയോ ഒന്നും പേരിതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ എന്തോ വലിയ ബോംബുണ്ട് എന്നുള്ള വിചാരം എനിക്ക് മുമ്പുമില്ല, ഇപ്പോൾ 2 പേജ് വന്ന ശേഷവും ഇല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കും. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് അപ്പോൾ സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.